നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടൻ മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്കും വിമർശനത്തിനും കാരണമായിരിക്കുകയാണ്. ഇപ്പോഴിതാ മോഹൻലാലിന്റെ ആനക്കൊമ്പ് ശേഖരവുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദമായിരിക്കുകയാണ്. തന്റെ കൈവശം ആകെ 5 ജോഡി ആനക്കൊമ്പുകളുണ്ടെന്ന് മോഹൻലാൽ പുതിയതായി വെളിപ്പെടുത്തിയതിന് പിന്നാലെ ഇതിൽ 3 ജോഡി ആനക്കൊമ്പുകളുടെ വിവരങ്ങൾ ആദ്യം എന്തിനു മറച്ചുവെച്ചു എന്ന ചോദ്യവുമായി പരാതിക്കാരുടെ അഭിഭാഷകൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 2 ജോഡിയുടെ വിവരങ്ങൾ മാത്രം വെളിപ്പെടുത്തി മറ്റു 3 ജോഡികൾ രഹസ്യമാക്കി വെച്ചതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും ഇതിൽ അടിയന്തര അന്വേഷണം വേണമെന്നും അഡ്വക്കേറ്റ് എബ്രഹാം പി മീഞ്ചങ്കര ആവശ്യപ്പെട്ടു. വനം വകുപ്പിന്റെ ഒറ്റത്തവണ പരാതി തീർപ്പാക്കൽ പദ്ധതിയുടെ മറവിലാണ് കൂടുതൽ ആനക്കൊമ്പുകൾ തന്റെ പക്കലുണ്ടെന്ന വിവരം താരം വെളിപ്പെടുത്തിയത്. ഇതോടെ മോഹൻലാലിന്റെ പക്കൽ ആകെ 5 ജോഡി ആനക്കൊമ്പുകളും ആനക്കൊമ്പിൽ തീർത്ത 13 ആഡംബര ശില്പങ്ങളുമുണ്ടെന്ന് വ്യക്തമായി. ഈ പുതിയ 3 ജോഡി ആനക്കൊമ്പുകളുടെ കൃത്യമായ ഉറവിടവും രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയതായി മലയാറ്റൂർ DFO കാർത്തിക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൈവശമുള്ള ആനക്കൊമ്പുകളെല്ലാം തനിക്ക് സമ്മാനമായി നൽകിയതാണെന്നാണ് മോഹൻലാൽ നൽകിയിരിക്കുന്ന വിശദീകരണം. എന്നാൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ആനക്കൊമ്പുകൾ പാരമ്പര്യമായി കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കൈമാറി സൂക്ഷിക്കാം എന്നല്ലാതെ അവ സമ്മാനമായി കൈപ്പറ്റാൻ നിയമം അനുവദിക്കുന്നില്ല. നിലവിൽ വനം വകുപ്പ് പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഈ ആനക്കൊമ്പുകളുടെ DNA പരിശോധന നടത്തണമെന്നാണ് പരാതിക്കാരുടെ ആവശ്യം. പരിശോധനയിൽ ഇവ വ്യത്യസ്തങ്ങളായ ആനകളുടേതാണെന്ന് തെളിഞ്ഞാൽ കേസ് കൂടുതൽ സങ്കീർണമാകും. നേരത്തെ മോഹൻലാലിന് അനുകൂലമായി വനം വകുപ്പ് നൽകിയ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കിയിരുന്നു. എറണാകുളം തേവരയിലെ മോഹൻലാലിന്റെ വസതിയിൽ 2011 ഡിസംബർ 21-ന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് 2 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. ലൈസൻസ് രേഖകൾ ഹാജരാക്കാതിരുന്നതോടെ വനം വകുപ്പ് നടനെ പ്രതിയാക്കി കേസെടുത്തു. 2015-ൽ പെരുമ്പാവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കേസ് പിൻവലിക്കാനുള്ള നടപടിയും അന്നത്തെ സർക്കാർ തുടങ്ങി. ഇതിനു പിന്നാലെ ആനക്കൊമ്പുകൾ കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. 2016 ജനുവരി 16-ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് മോഹൻലാലിന് നൽകുകയും ചെയ്തു. എന്നാൽ മോഹൻലാലിന്റെ കൈവശമുള്ള 2 ജോഡി ആനക്കൊമ്പുകൾക്കും ആനക്കൊമ്പിൽ തീർത്ത 13 കരകൗശല വസ്തുക്കൾക്കും ഉടമസ്ഥാ സർട്ടിഫിക്കറ്റ് നൽകിയത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. നടപടിക്രമങ്ങൾ പാലിച്ചല്ല സർട്ടിഫിക്കറ്റ് നൽകിയതെന്ന് വിലയിരുത്തിയാണ് നടപടി. ഈ നടപടിക്രമങ്ങൾക്കിടെയാണ് വനം വകുപ്പിന്റെ ഒറ്റത്തവണ പരാതി തീർപ്പാക്കൽ പദ്ധതി പ്രകാരം കൂടുതൽ ആനക്കൊമ്പുകൾ തന്റെ കൈവശമുണ്ടെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തിയത്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ 40(4) വകുപ്പ് പ്രകാരം ഇക്കാര്യത്തിൽ സർക്കാരിന് വീണ്ടും വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. വ്യക്തികൾക്കോ ഒരു വിഭാഗം ആളുകൾക്കോ തങ്ങളുടെ കൈവശമുള്ള വന്യജീവി ഉൽപ്പന്നങ്ങളുടെ ശേഖരം വെളിപ്പെടുത്തുന്നതിനും നിയമ നടപടികളിൽ നിന്ന് പരിരക്ഷ നേടുന്നതിനുമായി സംസ്ഥാന സർക്കാരിന് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാമെന്നായിരുന്നു കോടതി അന്ന് നിരീക്ഷിച്ചത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.